സർ, തൃശൂർ പൂരത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിക്കെട്ട് നിർമ്മാണശാലയിലെ സ്ഫോടനം 13ഓളം പേരുടെ ജീവനാണ് ആ സ്ഫോടനം അപഹരിച്ചത്. അതിനുശേഷം വരുന്ന ചില മന്ത്രിമാരുടെ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ആ രീതിയിലുള്ള ആളുകളുടെ അധികൃതരുടെ ആണെങ്കിലും ചില പ്രസ്താവനകളും നിർദ്ദേശങ്ങളുമുണ്ട്. വെടിമരുന്ന് കനത്ത ചൂടിൽ ഉണക്കാനിട്ടതാണ് അപകടത്തിന് കാരണം എന്ന് കരുതുന്നുവെന്ന് ചിലർ പ്രതികരിക്കുന്നു. പക്ഷേ ഈ രീതിയിലൊരു പ്രതികരണം വരുമ്പോഴും മികച്ച ഏകോപനമാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഫോടനത്തിന് ശേഷം അവിടെ നടന്നത്. അതിലൊക്കെ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു വിഭാഗത്തിന് ഇത്തരത്തിൽ അപകടം നടക്കാതെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? മതിയായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഇത് ഒരു ജാഗ്രത കുറവ് അവിടെ ഉണ്ട് എന്നതിന് യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പം മന്ത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്കിപ്പോ സത്യത്തിൽ കാവൽ മന്ത്രിസഭയുള്ളൂ. ശരിയായ മന്ത്രിപ്പണിയാ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞു, ഇനി റിസൾട്ട് വരണ വരെ തൽക്കാലം ഒരു കാവൽ മന്ത്രിസഭയുള്ളൂ. അവരൊക്കെ എത്ര ആത്മാർത്ഥപരമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് അതന്നെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോ ഉണക്കായിട്ട വെടിമരുന്ന് ചൂട് കാരനാണെന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടല്ലോ. തൃശ്ശൂർ പൂരം ചൂട് സമയത്ത് തന്നെയാണ്, എന്നും ചൂട് കാലത്ത് തന്നെയാണ്. അവിടെ ചൂടുള്ളപ്പോ തന്നെയാണ് ഈ മരുന്ന് അവിടെ നടത്തുന്നത്. അപ്പോ അവിടെ എടുക്കേണ്ട ജാഗ്രത പരമായ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ 1, 2, 3, 4, 5 എന്ന് എഴുതി വെച്ചുകൊണ്ട് ഓരോന്നോരോന്നായി അത് ചെക്ക് ചെയ്ത് അത് നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? ഉണ്ടാവില്ല. ഇതിന് അപകടം പറ്റിക്കഴിഞ്ഞാൽ പ്രസ്താവനകൾ ഇരുന്ന് ഏതെങ്കിലും ഓഫീസിലിരുന്ന് വിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഈ അപകടം ഉണ്ടാകുന്നതിന് ജാഗ്രത എടുക്കേണ്ട, മുന്നേ കൂട്ടി എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തോ, അത് ആണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ വെടിമരുന്ന് പരത്തിയിട്ടു ചൂട് കാരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അവിടെ ഉള്ള സംഭവം. ഈ ആനകളെ ഓടാൻ തുടങ്ങുന്നു. എത്ര പൂരങ്ങൾക്ക് ആന ഓടുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഇത് വളരെ ശക്തമായിട്ട് ഇരുന്ന് എല്ലാ ഗവൺമെന്റ്, ഇനിയിപ്പോ പുതിയ ഗവൺമെന്റ് വരണം, അവരൊക്കെ ഇരുന്ന് ഈ പൂരങ്ങൾ നടത്തണോ, അത് എങ്ങനെ നടത്തണം, അപ്പോൾ എടുക്കേണ്ട ജാഗ്രത കാര്യങ്ങൾ എന്തൊക്കെ മുന്നേ കൂട്ടി ചെയ്യണം, ഇതൊക്കെ വളരെ ശക്തമായിട്ട് എഴുതി വെച്ചുകൊണ്ട് നടപ്പാക്കാൻ അതിനൊരു പ്രധാനപ്പെട്ട ആൾക്ക് ഉത്തരവാദിത്വം കൊടുക്കണം. ഇവിടെ ഇപ്പോ ശരിക്ക് ആ തൃശ്ശൂർ കളക്ടറെയാണ് പിടിക്കേണ്ടത്. കാരണം അദ്ദേഹം മാത്രമേ ഇപ്പൊ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ട് അവിടെ വരുള്ളൂ. മന്ത്രിക്ക് കാവൽ മന്ത്രിമാരാ. അപ്പോ അവിടെ ഒരു ഉഴപ്പ് നടന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഉഴപ്പിന്റെ ഭാഗ്യത്തിന് പൂരത്തിന്റെ അന്ന് ഈ അപകടം ഉണ്ടായില്ല എന്ന് മാത്രം. ഇത് കുറച്ച് ദിവസം മുന്നേ 13 നാളിൽ അത് നിന്നു. അപ്പോ ഈ തൃശ്ശൂർ പൂരം പോലത്തെ വലിയ ഒരു മാമാങ്കമായ ഉത്സവം, അത് എടുക്കേണ്ട മുൻകരുതലുകളായിട്ടുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അപകടം വരുന്ന മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും തന്നെ പറയുകയാണ് ഇപ്പോ അത് അങ്ങനെയാണ്, ഇതിങ്ങനെ. ആ പറയുന്നതിലൊന്നും ഒരു ശരിയായ ഉത്തരമല്ല. ഇവിടെ ഇപ്പൊ എന്താണ്ടായി? അവസാനം പൂരം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അപ്പോ ഈ പൂരങ്ങൾ ഇനി ഇങ്ങനെ നടത്തണോ എന്ന് വിശദമായിട്ട് എല്ലാ ഭാഗത്തുള്ളവരും കൂടി ഈ നേരത്തെ ആ പൂരം, പെരുന്നാള് ഇതൊക്കെ നടത്തണോ, ആഘോഷിക്കണോ, അത് എങ്ങനെ നടത്തണം, അത് ഇതിനുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കലാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ അവരെ കഴിവ്. അത് മാത്രമേ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യെസ് സാർ, അപ്പോഴും ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പോലും തൃശ്ശൂർ പൂരം ചില ആളുകളുടെ ചില ഇടപെടലുകളുണ്ട്. നമുക്കറിയാം എത്രയൊക്കെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ അതിൽ ഉണർന്ന് പ്രവർത്തിച്ചാലും അവിടെ തൃശ്ശൂർ പൂരത്തിനിടയിൽ ചില ആളുകൾക്ക് ആധിപത്യമുണ്ട്, സ്വാധീനമുണ്ട്. ഇത്തരത്തിൽ ചില വ്യക്തികളുടെ പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഇത്തരം ഒരുപാട് ആളുകൾ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു പുരുഷാരം തന്നെ തൃശ്ശൂർ പൂരം കാണാൻ എത്താറുണ്ട്. അത്തരത്തിൽ വലിയ തിരക്കുകൾ
ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ആളുകൾ എത്തുന്ന ഒരു പരിപാടിയിൽ ചില ആളുകളുടെയെങ്കിലും സ്വാധീനം, അത്തരത്തിൽ അവരുടെ മാത്രം ആധിപത്യമുള്ള ചില തീരുമാനങ്ങൾ, അതൊക്കെ തൃശൂർ പൂരത്തിൽ നടപ്പിലാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? ഇത്തരം കാര്യങ്ങളിൽ തടയിടാൻ കൂടി സർക്കാരിന് സാധിക്കേണ്ടതില്ല. ഒരു പൂരം എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ ഏരിയയിലും അവരുടെ ഉത്സവങ്ങൾ ഉണ്ടായിരിക്കും. അതിപ്പോ തൃശ്ശൂര് ടൗണിലെ തൃശ്ശൂർക്കാരുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. അത് ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് മാത്രമേ അതില് തിരുവമ്പാടിയും പാറമക്കാവും മറ്റുള്ള ചെറുപൂരങ്ങളും ഇതൊക്കെ കൂടി ഒന്നിച്ചു വരുമ്പോൾ അതില് ചിലവർക്ക് മേൽക്കോയ്മകളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ അതൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു അപകടം വരുമ്പോൾ അവിടെ മേൽക്കോയ്മ എടുത്ത ആൾ പറയട്ടെ ഇത് എന്തുകൊണ്ടാണ്, ആരും കൊണ്ടുവരില്ലല്ലോ. എന്നിട്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് വെടിമരുന്ന് ഉണക്കാട്ടപ്പോൾ സംഭവിച്ചു എന്നൊക്കെ പറയണതിൽ ഒരു ന്യായവും ഇല്ല. ഈ വെടിമരുന്ന് ഉണക്കാനിടുമ്പോ അതിന്റെ 4 പുറവും വളരെ സെക്യൂരിറ്റി വേണം, അത് കാവൽ നിൽക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് ഇവര് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായത്. അപ്പൊ ഈ അപകടം വരും എന്ന് മുന്നേ കുട്ടിക്കാണണം. അങ്ങനെ ആയിരിക്കണം പൂരം സംഘടിപ്പിക്കേണ്ടത്. അതിന് തയ്യാറായ പൂര കമ്മിറ്റി ഉണ്ടെങ്കിലേ അതിനുള്ള ഇത് കൊടുക്കാൻ പാടുള്ളൂ, പൂരം നടത്താനുള്ള അംഗീകാരം. അതിന് അവർ തയ്യാറില്ലെങ്കിൽ ഈ കുറ്റം കൂടെ അവരെ തലയിൽ വെച്ച് കൊടുക്കണം. അപ്പൊ ഇതൊന്നും ഏതൊക്കെ വിട്ടുവീഴ്ചകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് അപകടം സംഭവിച്ചിട്ട് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പോകുന്നതിൽ ഇതില് കോടതിയാണെങ്കിൽ ആരാണെങ്കിലോ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പൂരം നടത്തുന്ന സിസ്റ്റം തന്നെ മാറ്റുന്ന രീതിയിലേക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം. എന്നിട്ട് ശക്തമായ പൂര കമ്മിറ്റി എന്ന് പറഞ്ഞ് കേരള ലെവലിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. ആ കമ്മിറ്റി ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും പൂരത്തിന്റെ കൺട്രോള്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങി വെക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ രീതിയിൽ തൃശൂർ പൂരം നടത്തുന്നത് ഈ ഭാവിയിലാണെങ്കിലും ദോഷം ചെയ്യും എന്ന കാര്യം വ്യക്തമാണ്. തൃശൂർ പൂരം പോലെയുള്ള കേരളത്തിൽ നടക്കുന്ന വലിയ വലിയ വെടിക്കെട്ട് ആഘോഷങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂരാഘോഷങ്ങളുമല്ല. ഇത്തരത്തിൽ നടക്കുന്ന പരിപാടികൾക്കിടയിൽ വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണം. വേണ്ട രീതിയിൽ ആളുകളെ ബോധവാന്മാരാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പൂരം നടത്തുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പലപ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണവും. കാരണം ആളുകൾ ആരും ബോധവാന്മാരല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ത് സംഭവിക്കാം, ആനയുടെ തൊട്ടു പിറകിൽ പോയി നിന്ന് പോലും ചെണ്ടമേളം ആസ്വദിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഒരു അപകടം ഉണ്ടായേക്കാം എന്നൊരു ബോധത്തിന്റെ കുറവ് തന്നെയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.